നമസ്കാരം. സൈക്കിൾ യജ്ഞത്തിൽ എടുക്കാവോ? സൈക്കിൾ യജ്ഞത്തിന് എടുക്കാവോ? ഈ നീട്ടത്തിലുള്ളത് എടുക്കാൻ ബുദ്ധിമുട്ടാ. അതല്ല, നല്ല അഭിനയം, ഭയങ്കര അഭ്യാസമൊക്കെയാ. ആണോ? ശരി, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ ഇതിലേക്ക് എടുക്കാം. തുടങ്ങാം. ആദ്യം നിങ്ങൾ ഏബിൾ ആണോ എന്നറിയണം. സോറി സാർ. സോറി. എന്ത്? അത്ര ഒരാളല്ല ഞാൻ. എത്തരത്തിലുള്ള ആളല്ല? ഒരു വൃത്തികെട്ടൊരു മനുഷ്യനല്ല ഞാൻ. സോറി പ്ലീസ്. വൃത്തികെട്ടത്? ഈ ഏബിൾ എന്നൊക്കെ പറയുമ്പോ എനിക്ക് മനസ്സിലായി. ഓ അയ്യോ, അത് ഞാൻ ഉദ്ദേശിച്ച അതല്ല. നിങ്ങൾ ഏബിൾ ആണോ, ഈ ജോലിക്ക് നിങ്ങളൊരു ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി. എന്താ സാർ ഈ കതറൊക്കെ ഈ വേഷത്തിൽ? അല്ല, ഇന്ന് ഓഗസ്റ്റ് 15 രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ. ഓഗസ്റ്റ് 15 ഇത് കിട്ടണല്ലേ? അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം എയിൽ തന്നെ ആരംഭിക്കാം. തുടങ്ങാം. വൈറ്റമിൻ എ എന്ന് കേട്ടിട്ടില്ലേ? വൈറ്റമിൻ എ. അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഷക്കീലയുടെ സിനിമാ പോസ്റ്ററിൽ. കൊടക്കട കയ്യ് 2 ഇഞ്ച് നീളമുള്ളെങ്കിലും കേരളം മുഴുവൻ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമില്ലേ? എസ്മ. ആസ്മയല്ല, യസ്മ. ESMA. യസ്മയുടെ ഫുൾ ഫോം പറയൂ. എലിസബത്തിന്റെ ശമ്പളം മതി ആന്റണിക്ക്. കൊടക്ക് മക്കളെ. ഇനി വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ആയിക്കോട്ടെ. ഈ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതെ, സാർ ഇപ്പൊ എന്നോട് കാണിക്കുന്ന സ്നേഹം, ഞാൻ സാറിന്റെ മോളോട് കാണിക്കുന്ന പ്രേമം. ഞാൻ വൃത്തികെട്ടവനെ ഒരൊറ്റട്ടി ചെപ്പക്കുറ്റിക്കെന്നാണല്ലോ. അപ്പൊ നീയാണ് എന്റെ വീടിന്റെ അവിടെ കിടന്ന് കറങ്ങുന്നല്ലേ? എടാ, 8 പിള്ളേരുടെ തന്തയാണ് ഞാൻ, അറിയാമോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റച്ഛന്റെ മകനാ ഞാൻ, മനസ്സിലായോ? ഒറ്റച്ഛന്റെ മകനാ. അതെ, ഇങ്ങോട്ട് നോക്കേ. തന്തമാരെക്കാളും വലുത് മക്കള് തന്നെയാ. തന്തമാരെക്കാൾ വലുത് മക്കളാ? പിന്നെ എടോ, ഹലോ, തന്തമാരുണ്ടായിട്ട് അവിടെ മക്കളുണ്ടായിട്ട്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മക്കള് തന്നെയാ വലുത്. ആണോ? ഞാൻ തെളിയിച്ചു തരാം. എന്നാ തെളിയിക്കും. ഞാനൊരു ചോദ്യം സാറിനോട് ചോദിക്കാം. റേഡിയോ കണ്ടുപിടിച്ചത് ആര്? റേഡിയോ കണ്ടുപിടിച്ചത് പിന്നെ മാർക്കോണി. എന്തുകൊണ്ട് മാർക്കോണിയുടെ അച്ഛൻ കണ്ടുപിടിച്ചില്ല? ബൾബ് കണ്ടുപിടിച്ചത് ആരാ? ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ. എന്തുകൊണ്ട് എഡിസന്റെ അച്ഛൻ കണ്ടുപിടിച്ചില്ല? ഇപ്പൊ മനസ്സിലായോ? ഞാൻ കേബിൾ ആണോ സാർ? ഏബിളാണ്. എന്തായാലും ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് മഹാന്മാരെ കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാം. മഹാന്മാർ നിനക്കറിയാം, എങ്കിലും വെറുതെ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചോദിക്കുന്നു മാത്രം. മഹാത്മാഗാന്ധിജി ആരാണ്? മഹാത്മാഗാന്ധിയോ? അതാരാ? ആരാത്? എടാ, മൊട്ടത്തല വടി കണ്ണട മഹാത്മാഗാന്ധി ആരാന്ന്? മൊട്ടത്തല വടി ഇതൊക്കെ ആരാ? ഇതൊക്കെ പിന്നെ എന്തിനാണ് ഈ 2 ഇഞ്ച് പൊക്കത്തിൽ ജീവിച്ചിരിക്കുന്നത്? എടാ, ജവഹർലാൽ നെഹ്റു ആരടാ? ജവഹർലാൽ നെഹ്റു ഇതാരത്? സുഭാഷ് ചന്ദ്രബോസ് ആരടാ? സുഭാഷ് ചന്ദ്രബോസോ? ഇന്ദിരാഗാന്ധി നിനക്കറിയില്ല? ഇന്ദിരാഗാന്ധി പിന്നെ ഇവരെയൊക്കെ അറിയാത്ത നീ എന്തിനാണ് രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത്? സാറിന് തങ്കപ്പനെ അറിയോ? തങ്കപ്പനെ അറിയോ? തങ്കപ്പനെ ഇല്ല. പിന്നെന്തിനാ ഈ RD പൊക്കമായിട്ട് നടക്കുന്നേ? ഓട്ടോറിക്ഷ ഓടിക്കുന്ന രാജുവിനെ അറിയോ? ഇല്ല. അറ്റ്ലീസ്റ്റ് മീൻകാരൻ മാധവനെ അറിയോ? ഇല്ല. നേഴ്സറി പോണ റിങ്കുമോൻ? ഇല്ല. ഇതാ പറഞ്ഞേ, സാറിന്റെ കൂട്ടുകാരെ എനിക്കും അറിയത്തില്ല, എന്റെ കൂട്ടുകാരെ സാറിനും അറിയത്തില്ല. സോറി. ഏതായാലും അവസാനമായി നിന്നോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ചാവാൻ പോവാണോ? എന്റെ അവസാനമല്ല, അവസാനത്തെ ചോദ്യം. ആയിക്കോട്ടെ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് ഇന്ന് ഓഗസ്റ്റ് 15 അല്ലേ? ഇതെന്താണ്? പ്ലീസ്, എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു ഇതിന് വിളിച്ചാൽ ഇത് 3 കളറുള്ള തുണിയല്ലേ? 3 കളറിലെ തുണി. ഇതിന്റെ നടുക്കെന്തരാ? കാളവണ്ടി ചക്രം. കാളവണ്ടി ചക്രം. ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? എടാ, നിന്റെ അമ്മയാടത്, നിന്നെ പെറ്റ തള്ളയത്, മനസ്സിലായോ? എന്റെ അമ്മയ്ക്ക് 3 കളറൊന്നുമില്ല, ഒറ്റ കളറുള്ളൂ, കറുപ്പ്. നിന്റെ നിക്കടാ. നമസ്കാരം സാർ. നല്ലൊരു ദിവസമായിട്ട് ഓഗസ്റ്റ് 15 ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോ വൃത്തിയായിട്ട് പറഞ്ഞിട്ട് പോയി സാർ. കേട്ടായിരുന്നു? സാർ ഒന്ന് പറ സാർ. അവ കേക്കട്ടെ, എന്താണെന്ന് പറ സാർ. സാർ ഒരു ഇന്ത്യൻ പൗരനല്ലേ? സാർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവനല്ലേ? സാർ ഈ നാട്ടിൽ ജനിച്ച ആളല്ലേ? സാർ ഈ കതറിട്ട് കൊണ്ടു നടക്കുന്ന രാജ്യം നന്നാക്കാനല്ലേ? പറഞ്ഞു കൊടുക്ക് സാർ. ഇതെന്താണെന്ന്? അതെ, ഇതല്ലേ ആ പോയവന്റെ അമ്മ?